ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിൽ വെറുതെ ഇരുന്ന് തിന്ന് വറ്റലിൻ്റെ ഇടയിൽ കുത്തിയിട്ടാണോ അതോ വെറുതെ ഇരിക്കണതിൻ്റെ ബുദ്ധിമുട്ടാണോ എന്നറിയില്ല. ഉമ്മച്ചി എന്നോട് പറഞ്ഞു മേലെ കുറേ ചീര കവറിൽ നിൽക്കുന്നുണ്ട്, അതെല്ലാം കൂടെ കൊണ്ട് കുഴിച്ചിട്ട് മാറ്റി കുഴിച്ചിട്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വളം അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ മൂടായിരിക്കണം, എന്നെ ഉപയോഗിക്കുക എന്നെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, വെറുതെ കുറച്ച് മണ്ണിരിക്കുന്നുണ്ടായിരുന്നു, അത് കൊണ്ട് കുട്ടി ടെറസിൻ്റെ മേലിട്ട് അതിൻ്റെ മുകളിലേക്ക് വളം എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ നല്ല രീതിയിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ യുവ കർഷകൻ എന്ന രീതിയിൽ അടുത്ത വർഷത്തെ കർഷകശ്രീ പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാരണമായിരിക്കാം ഇത്ര ആത്മാർത്ഥത എനിക്ക് ഇതിലേക്ക് വരുന്നുള്ളൂ എങ്ങനെ ചെയ്തിട്ടും. അങ്ങനെ ഉമ്മാനെ കൊണ്ട് തന്നെ ചെടികൾ ആദ്യം വെച്ച് ഉടപ്പിച്ചു. അതിന് ശേഷം ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്ക് 2 ചെടി വെക്കാൻ വിചാരിച്ചു. ആദ്യം ഞാൻ തന്നെ വെച്ചതൊക്കെ സംഭവമൊക്കെ തന്നെ, പക്ഷെ എന്നെ കൊണ്ട് ഉമ്മിച്ചത് പറപ്പിച്ചു. നിനക്ക് ആത്മാർത്ഥം ഇല്ല, നീ കുഴി ശരിക്കും എടുത്തിട്ടില്ല, മണ്ണ് ഇളക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആ എടുത്ത മണ്ണൊക്കെ തിരിച്ച് ആദ്യമേ മാന്തിച്ചിട്ട് വീണ്ടും എൻ്റെ മേലെ കൂടെ ഇട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. ഇനി വെള്ളം കെട്ടി വന്നിട്ട് എൻ്റെ ചീരകൾക്ക് ബുദ്ധിമുട്ടൊന്നും വരരുതല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് വീഡിയോ ഞാൻ കാണിച്ചത്, ഇതിൽ നിന്ന് ചീരയില വെച്ച് മുറിച്ച് കറി വെച്ച് തിന്നണ വീഡിയോ വരെ ഞാൻ അതിലിടും. കാരണം ഞാൻ അത്രയും കണ്ടന്റ് ക്ഷാമത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത് കുഴിച്ചിട്ടാണ്. ആദ്യം കുഴിച്ചിട്ടത് വലിച്ചൂരി രണ്ടാമത് വീണ്ടും കുഴിച്ചിട്ടാണ്. അപ്പോൾ എനിക്ക് വേർക്കാൻ ഇന്നിപ്പോൾ ഇതൊക്കെ തന്നെ ഭയങ്കര ധാരാളമായിരുന്നു. അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കാമല്ലോ, അതെ ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.